രജംസ്, ഈ വിഷയം വന്നത് മുതൽ തന്നെ ആ ഘട്ടത്തിൽ അവിടെയുള്ള പ്രാദേശിക ലീഡർഷിപ്പും കോൺഗ്രസ് പാർട്ടിയും എല്ലാം തന്നെ പോലീസിനുമെതിരായും ഈ വിഷയത്തിനകത്ത് കൃത്യമായ രൂപത്തിൽ അന്വേഷണം നടത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇല്ലാന്നും ശ്രീ പ്രേംകുമാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ ആയതുകൊണ്ട് മാത്രം ഒരു സാധാരണക്കാരനായ ഒരു പൗരന്, അതായത് അക്സർവായി ആരും ആവട്ടെ, അവർക്ക് ഇത്തരത്തിലെ ക്രൂരമായ പീഡനങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നിരപരാധിയെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ്. എന്താണ് ഇതിൻ്റെ മോട്ടീവ്, എന്താണ്? അപ്പോൾ അങ്ങനെ ആക്രമിക്കാനും അങ്ങനെ തല്ലാനും അങ്ങനെ ക്രൂരമായി ആക്രമിക്കാനുമുള്ള ഒരു സംവിധാനം ഈ കേരളത്തിനകത്ത് നടക്കുന്നു എന്ന് മാത്രമല്ല, അതിന് ഒരു ഇമ്മ്യൂണിറ്റി ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ സുജിത്തിൻ്റെ വിഷയം 2.5 വർഷങ്ങൾക്ക് ശേഷം ഇത് പുറത്തു വന്നപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ആളുകളെ അതിക്രൂരമായി കൊലപ്പെടുത്തി അല്ലെങ്കിൽ കൊന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിനായകൻ, തൃശ്ശൂരിലൊരു വിനായകൻ്റെ വിഷയം നമ്മുടെ മുമ്പിലില്ലേ? ആ ചെറുപ്പക്കാരൻ മുടി നീട്ടി വളർത്തി എന്നതിൻ്റെ പേരിലല്ലേ അത് ദളിതനായ ചെറുപ്പക്കാരനെ എത്ര ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെമ്പാടും പോലീസ് സ്റ്റേഷനകത്ത് കടന്നുപോയാൽ ആളുകളെ ക്രൂരമായി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തുന്നത് വടകരയിലുണ്ടായില്ലേ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? അപ്പോൾ ഈ സുജിത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ശക്തമായി മുമ്പോട്ട് പോയപ്പോഴാണ് ഈ വീഡിയോ വന്നത്. ഇനി എത്ര ആളുകൾ പറയാത്തവരുണ്ട്, എത്ര ആളുകൾ അത് സഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതാണോ കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ? ഇതാണോ നമ്പർ 1 കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ്? ഇതാണോ മാതൃകാപരമായ പോലീസ്? ഇതാണോ മാതൃകാപരമായ ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് ചോദിക്കേണ്ടത്. ഈ മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ ഇതൊക്കെ നടക്കുന്നത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റുമോ? സ്വാഭാവികമായി അത് നേതൃത്വം കൊടുക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ഒരു തലവന് ഇതിനും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവം ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതുപോലെ കേരളത്തിൽ നടക്കുകയല്ലേ? എന്ത് നടപടിയെടുക്കുക? പോലീസിനെ ഉപയോഗിച്ച് ആളുകളെ ഇതുപോലെ ക്രൂരമായി കൊല്ലുകയാണോ, ആക്രമിക്കുകയാണോ? ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് എന്ന് പറയുന്ന അവിടുത്തെ ഏകാധിപതി അവിടെ ഇഷ്ടമില്ലാത്തവരെയും അതോടൊപ്പം തന്നെ മറ്റ് എതിരാളികളെയൊക്കെ തന്നെ വെട്ടി നുറുക്കി പിരാതന മത്സ്യങ്ങൾ ഇട്ടുകൊടുക്കുന്നത് പോലെ കേരളത്തിലെ പിണറായി വിജയൻ ഇഷ്ടമില്ലാത്തവരെ പോലീസിനെ ഉപയോഗിച്ച് ഇതുപോലെ ക്രൂരമായി തല്ലിച്ചതക്കുക ഉപയോഗിക്കുകയാണോ പോലീസിനെ? ആരാണ് നിയന്ത്രിക്കുന്നത് കേരളത്തിലെ പോലീസിന്? ഇതൊന്നും 2 സംഭവമൊന്നുമല്ലല്ലോ. എത്ര സംഭവങ്ങൾ പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥ കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ക്രിമിനലുകൾ, ഇവിടെ കൊലയാളികൾ, ഇതുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ പോലും മർദ്ദിച്ച പരാതികളാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് എതിർപ്പുള്ള കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ല ഈ പോലീസ് തല്ലുന്നത്. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇങ്ങനെ കേരളത്തിനകത്ത് ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പറയും, രാഷ്ട്രീയ ആളുകളെ എത്ര ക്രൂരമായി കൈകാര്യം ചെയ്യുന്നു. സമരത്തിന്റെ പേരിൽ തല്ലി ആക്രമിച്ച അജിംസ് കണ്ടതല്ലേ? പോലീസിന്റെ ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വണ്ടിയിൽ നിറങ്ങിയില്ലേ? ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ നേതാക്കന്മാർ അതിക്രൂരമായി തല്ലിച്ചതക്കുന്നത് നമ്മൾ കണ്ടില്ലേ? പോലീസ് യൂണിഫോം ഇട്ടവരല്ലേ ചെയ്തത്? അപ്പോൾ സ്വാഭാവികമായി അതെന്തിനു വേണ്ടിയാ? ഇഷ്ടമില്ലാത്തവർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി മുദ്രാവാക്യം വിളിക്കുന്നവരെ, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ ഒരു ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നു. ഇതുപോലെ സുജിത്തിനെ പോലെയുള്ള നിരപരാധികളെ പോലീസുകാർ സ്റ്റേഷനകത്തിട്ട് 3-ാം മുറയും അതോടൊപ്പം തന്നെ സകല മുറയും പ്രയോഗിക്കുന്നു. ഇത് പോലീസാണ്, ക്രിമിനലുകളല്ലേ? ഇപ്പോൾ കൊടിസുനിയും അഥവാ കിർമാണി മനോജൊക്കെ ഇവരെ മുമ്പിൽ തോറ്റുപോലോ. ആ രൂപത്തിലെ ക്രിമിനലുകളാണ് കാക്കിയിട്ട് ഈ പോലീസ് സ്റ്റേഷനകത്ത് കൈകാര്യം ചെയ്യുന്നത്. നാട്ടിലെ പൗരന് നിയമസംരക്ഷണവും അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷയും ഒരുക്കേണ്ട സംവിധാനത്തിനകത്തെ പോലീസ് സംവിധാനം ഇത്രയേറെ ക്രൂരന്മാരും അധമന്മാരും അക്രമികളും തെമ്മാടിക്കൂട്ടങ്ങളുമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറുപടി പറയേണ്ട സർക്കാർ സസ്പെൻഡ് ചെയ്താൽ മതിയോ?